ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു റിയൂണിയന് ശ്രമിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആണ് ഈ റീഡിംഗ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ 3 ചിത്രങ്ങളുണ്ട് തംബ്നെയിൽ, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊന്നെങ്കിൽ ചിത്രങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ കാർഡ്സ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നോക്കാം, നിങ്ങളുടെ ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളൊരു റീയൂണിയൻ ശ്രമിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് നല്ലതാണോ? എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ കാണുന്നൊരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ കടമ്പകൾ കടക്കാനുണ്ടെന്ന് കാണുന്നു. കാരണം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഹീലിംഗിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. ആ ഹീലിംഗ് നടന്നതിന് ശേഷം ആണ് ഈ ഒരു റീയൂണിയന് ഒരു പോസിബിലിറ്റി കാണുന്നത്. ഈ ഹീലിംഗ് നടക്കാതെ റീയൂണിയൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുമെങ്കിലും വീണ്ടും ഈ പഴയ പ്രശ്നങ്ങളൊക്കെ തലപൊക്കും. ഓക്കെ, അതെന്തുകൊണ്ടാ വെച്ചാൽ അവിടെ ഹീലിംഗ് നടന്നിട്ടില്ല. ആ ഹീലിംഗ് നടക്കാത്തടത്തോളം ഈ ഒരു കാര്യമാണ് ഉണ്ടാവുക. യൂണിയൻ സെപ്പറേഷൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഹീലിംഗ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്നും നല്ലവണ്ണം ഒരുപോലെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തെറ്റുകളൊക്കെ തിരുത്തി ആ ഒരു പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് ആ ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയാൽ ഇതൊരു സക്സസ്ഫുൾ റിലേഷൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമുക്ക് സ്ട്രെങ്ത്തും 10 ഓഫ് കപ്സും ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് വരെ ഈ ഒരു ബന്ധത്തിന് പോകാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, എന്താ പറയണ്ടേ, ഈ ഒരു
ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എനർജി കാണുന്നു. ഓക്കെ, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. 6 ഓഫ് വീൽസ്, അതായത് നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തിരിച്ചും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അതിപ്പോ നിങ്ങൾ നല്ല രീതിയിൽ അത്രയും നിങ്ങൾ അവരെ കെയർ ചെയ്യുമ്പോൾ തിരിച്ചും അതേപോലെ തന്നെ നിങ്ങൾക്കും അവരിൽ നിന്ന് കെയറിങ് അനുഭവിക്കാൻ സാധിക്കുക. അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. ഈ ഒരു 10 ഓഫ് കപ്സ് കൊണ്ടുകൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഫാമിലി, മാരേജ്, ആ എനർജി എല്ലാം ഉണ്ട്. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചധികം നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, കുറച്ചധികം ചാലഞ്ചസ് നിങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഹീലിംഗ് ആണ്, അത് നടക്കാത്തിടത്തോളം ഇതൊരു സക്സസ്ഫുൾ കണക്ഷനായിട്ട് മുന്നോട്ട് പോവില്ല. അത് ആ ഹീലിംഗ് നടന്നാൽ മാത്രമേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില പാസ്റ്റ് ഈ റിലേഷൻഷിപ്പിന് മുന്നുണ്ടായിരുന്ന ചില റിലേഷൻഷിപ്പ്, ഓക്കെ, ചിലപ്പോൾ ഈ റൊമാൻറ്റിക് കണക്ഷൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അത് അവസാനിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള വൂൺസ്, ട്രോമാസ്, അത് ഹീലായിട്ടില്ല. അത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കാം, അത് ഹീലായിട്ടില്ല. ആ ഹീലാകാത്തതാണ് ഈ റിലേഷൻഷിപ്പും മുന്നോട്ട് പോകാൻ, ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് തടസ്സം നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, അണ്ടർലൈങ് എനർജി ക്യൂൻ ഓഫ് വാൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് പറയുന്ന ഗൈഡൻസ്, അതായത് കളക്റ്റീവ് ഗ്രൂപ്പ് 1 എന്നോട് പറയുന്ന ഒരു ഗൈഡൻസ് ഈ ഒരു സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാം, നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അവർക്കും ഈ ഒരു റീയൂണിയൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അതൊരു ഡിമാൻഡിങ് ടോണിലല്ല, ആ ഒരു എന്താ പറയണ്ടേ, കുറച്ചൊരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ടോണിലായിരിക്കണം, ഒരു സോഫ്റ്റ് ടോണിലായിരിക്കണം എന്ന് പ്രത്യേകം കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തുറന്ന് സംസാരിക്കുക, അതുപോലെ തന്നെ അവരെയും തുറന്ന് സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നിങ്ങളൊരു കോമൺ ടേമിൽ എത്തിയതിന് ശേഷം ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു റീയൂണിയനിലേക്ക് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം എന്നും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനി ആ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ഫുള്ളി ആ റിലേഷൻഷിപ്പിൽ ഡെഡിക്കേറ്റ് ചെയ്യാനും പരസ്പരം ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ തുറന്നു പറയാനും അതനുസരിച്ച് എഫേർട്ട് എടുക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറായിരിക്കണം. അങ്ങനെ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കണം. അതിന്റെ ബേസിലാണ് നിങ്ങൾ പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഈ റിലേഷൻഷിപ്പിലെ സ്റ്റേബിൾ സെക്യൂർ ലോങ് ടേം കണക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതിന് രണ്ടുപേരും പരിശ്രമിക്കേണ്ടത് ഈ ഒരു സംഭാഷണം നടന്ന് അതിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നിങ്ങളുടെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആ ഒരു ബന്ധത്തിന് റീയൂണിയൻ ആയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ടോ, നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, നമുക്ക് അണ്ടർലൈങ് എനർജി ടവർ ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് കിട്ടിയതും ഡബിൾ കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഇനി എന്താ പറയാ ബ്രേക്കപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോക്കേണ്ട സിറ്റുവേഷനിലായിട്ടുള്ള ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും ഒരു റിയൂണിയന് നിങ്ങളായി ശ്രമിച്ച് ആ റിയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വലിയ സുഖകരമായിരിക്കില്ല. ഓക്കെ, അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് കിട്ടണേ. ഒരു അൺഹെൽത്തി ആയിട്ടുള്ള പൊസസീവ്നെസ് നിങ്ങൾ ആ പാർട്ട്ണറിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു മൈക്രോ മാനേജിങ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാർട്ട്ണർ, അങ്ങനത്തെ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ഒരു ടെൻഡൻസി, അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അതൊരു ഹെൽത്തി കണക്ഷൻ ആയിരിക്കില്ല. ഓക്കെ, അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ സത്യം അതാണ്. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോഴുള്ള എനർജിയാണ് ഡബിൾ, അതായത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ആസ് എ പേഴ്സൺ ടോക്സിക് ആയിരിക്കില്ല, നിങ്ങളുടെ പാർട്ട്ണർ ആസ് എ പേഴ്സൺ ടോക്സിക് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാകുമ്പോൾ അവിടെ ഒരു ടോക്സിക് എനർജി, അൺഹെൽത്തി എനർജി വരികയാണ്. അതാണ് അതുകൊണ്ടാണ് എന്താ അവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, അത് നല്ലതല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഓക്കെ, ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു കണക്ഷൻ, ആ ഒരു ട്രീറ്റ്മെന്റ്, നിങ്ങളത് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലെവൽ ഓഫ് മെച്ചൂരിറ്റി ഉണ്ട്, അവർ ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കേണ്ട സീരിയസ്നെസ്സും റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് ഹാൻഡിൽ ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പേജ് ഓഫ് വാൺസ് ആണ് കിട്ടുന്നത്. വളരെ ഇമ്മച്ചുവർ ആണ് അവര്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ഒരുപാട്. കാരണം അവരിങ്ങനെ ഓപ്ഷൻസ്, എന്താ പറയാ, എനിക്ക് കിട്ടുന്നൊരു എനർജി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വൺ ഓഫ് ദ ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾ മാത്രം എന്നല്ല, ഇനി നിങ്ങളെക്കാൾ നല്ലൊരാളെ കണ്ടുമുട്ടിയാലോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അവരെപ്പോഴും ആ ഒരു കമ്പാരിസൺ എനർജി, ചിലപ്പോൾ അവരുടെ പാസ്റ്റിൽ അവരുണ്ടായിരുന്ന പാർട്ട്നേഴ്സിനെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പിന്നെ കണ്ടുമുട്ടുന്ന ആളുകളായിട്ടായിരിക്കാം നിങ്ങളെ കമ്പയർ ചെയ്യാനും എപ്പോഴും അവര് തുറന്ന് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു കമ്പാരിസൺ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റ്, ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് ഇത് എത്തുക എന്നുള്ളത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ എന്നുള്ള പറയുന്ന അവസ്ഥയാണ്. ഓക്കെ, സാധ്യമില്ല. അത് നിങ്ങൾ ശ്രമിച്ചാലും. എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നാണ് ആ എനർജി കിട്ടുന്നത്. അവരത് ഒട്ടും ആ ഒരു സീരിയസ്നെസ് കൊടുക്കുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു സ്നേഹം, ആ ഒരു കെയറിങ്, അതൊന്നും അവർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെച്ചൂരിറ്റിയും അവർക്കില്ല എന്ന് മനസ്സിലാക്കുക. അവർ വളരെ മെച്ചൂറാണ്. ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല അവിടെ ഉണ്ടാവുക, ബ്രെഡ് ക്രമിങ് ആണ് ഉണ്ടാവുക. നിങ്ങൾ അർഹിക്കുന്നതിനും വളരെ ഇൻഫീരിയർ ആയിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ആയിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു അന്യായമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ബന്ധത്തിന്, ആ ഒരു റീയൂണിയനെ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ, കബളിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറയുന്നു. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ്സ്, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ്, അതാണ് നിങ്ങൾ വീണ്ടും 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 ഇങ്ങനെ ഒരു ലൂപ്പിൽ ഇട്ടെന്നുള്ള പോലെ ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ മെമ്മറിയിൽ. അത് നിങ്ങളെ ആക്ച്വലി ഒരു തരത്തില് നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, യാഥാർത്ഥ്യം കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയാണ്. ഓക്കെ, കാരണം അത് ശരിയാണ്, കുറച്ച് ഗുഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് അതിനേക്കാൾ കൂടുതൽ കുറെ ബാഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുമുണ്ട്. ഓക്കെ, ഈ ബ്രെഡ് ക്രമിങ്ങും ഈ പറയുന്ന പോലെ കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റ്, പ്രോപ്പർ റെസ്പെക്ട് തരാതെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, റോസ് കളർഡ് ഗ്ലാസസിലൂടെ നോക്കാതെ യാഥാർത്ഥ്യത്തിനെ യാഥാർത്ഥ്യമായി തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇതിനേക്കാൾ നല്ലൊരു വ്യക്തിയെയാണ് പങ്കാളിയായിട്ട് അർഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഈ വ്യക്തിയിൽ
ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളൊട്ടും അർഹിക്കാത്തൊരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളെ തന്നെ എന്താ പറയാ, സെറ്റിലിംഗ് ഫോർ ലെസ് എന്ന് പറയില്ലേ, ആ ഒരു എനർജിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറയുന്നു. ഓക്കെ, പിന്നെ ഈ കഴിഞ്ഞു പോയത് ഇതിനേക്കാൾ നല്ലത് കിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് ഈശ്വരൻ കരുതിയിരിക്കുന്ന ഒരു പങ്കാളി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വളരെ മികച്ച ഒരാളാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഇതുപോലെ വർക്കൗട്ട് ആയി പോകാത്ത റിലേഷൻഷിപ്പ്, അതിലേക്കൊന്നും ഇങ്ങനെ അവരാരെങ്കിലും തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കരുത്. അവരാരും തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു പങ്കാളിയല്ല, നിങ്ങൾ അതിനേക്കാൾ മികച്ചൊരു പങ്കാളിയാണ് അർഹിക്കുന്നത്. ആ ഒരു പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്നല്ല മൂവ് ഓൺ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ്, നിങ്ങളുടെ സെൽഫ് വാല്യൂ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒരാള് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതിന് താഴെ ആര് നിങ്ങളെ ട്രീറ്റ് ചെയ്താലും അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനം കൊടുക്കാതിരിക്കുക, അവരെ എന്റർടൈൻ ചെയ്യാതിരിക്കുക. സെൽഫ് ലവ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങളിങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്നൊരു തോന്നലുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും സ്നേഹിക്കപ്പെടില്ല, ഒരു ആകർഷണമില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മാറ്റുക. അതൊന്നല്ല യാഥാർത്ഥ്യം. അതൊക്കെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചുറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം മെനഞ്ഞെടുത്തിട്ടുള്ള ചിന്തകളായിരിക്കാം. അല്ലെങ്കിൽ ഈ പാസ്റ്റ് അവസാനിച്ച ബന്ധം തൊട്ടും ഇനി മുൻപ് ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതല്ല യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സമയം നിങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒരു പാർട്ട്ണർ എന്ന നിലയിൽ നിങ്ങൾ എത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അർഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുക. ഈ റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങൾ വിചാരിക്കും വലിയൊക്കെ ഞാൻ മാറ്റിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ മാറും. ഇല്ല. ഓക്കെ, ഇല്ല, നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് ഒരാൾ മാറണമെങ്കിൽ അയാൾ സ്വയം വിചാരിക്കണം എന്ന് പറയുന്നത് വളരെ സത്യമാണ്. മറ്റുള്ളവർ എത്ര എഫേർട്ട് എടുത്താലും അവർ ഇത്രയും എനിക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നവരോ, അപ്പൊ ഞാൻ അതിനനുസരിച്ച് മാറണം എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്താണ് എന്നിൽ നിന്ന് മാറ്റുണ്ടാവുക. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എത്ര ശ്രമിച്ചാലും ശ്രമിച്ചോട്ടെ, പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ, ബാക്കിയുള്ളവർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നടന്നാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഞാനായിട്ട് തന്നെ തുടരും. എൻ്റെ തെറ്റുകളും കുറവുകളൊക്കെ തന്നെ ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ പോകും. എനിക്കൊരു മാറ്റം വേണമെന്ന് ഞാൻ സ്വയം ചിന്തിക്കുമ്പോഴാണ് അവിടെ എന്നിൽ മാറ്റം ഉണ്ടാവുക. ഓക്കെ, ഞാൻ അതിനായിട്ട് പ്രയത്നിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാവുക. അതേ എനർജിയാണ് ഇവിടെയും കിട്ടണേ. നിങ്ങളായിട്ട് മാറ്റിയെടുക്കും, നിങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി ലൈഫ് ഹാപ്പി ആക്കും. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അതല്ല യാഥാർത്ഥ്യം. പിന്നെ നിങ്ങൾ ഈ ഒരു നിങ്ങളെ അർഹിക്കുന്നതിന് വളരെ നല്ല ഒരു ബന്ധമാണ്, ഇതിന് നല്ലൊരു വ്യക്തിയാണ്. എന്തിനാണ് ഇത്രയും ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ സെറ്റിൽ ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചെങ്കിൽ, ഓക്കെ, ഇനി ഇതിലൊന്നും സംഭവിക്കില്ല, അത് അവസാനിച്ചതാണ്, അവസാനിച്ചു പോയത് നല്ലത് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ കുറച്ചാൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതാണ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്നേഹവും കരുതലും നിങ്ങൾ തന്നെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അർഹിക്കുന്ന പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അതിൽ നിങ്ങളൊരു റീയൂണിയന് ശ്രമിക്കേണ്ടതുണ്ടോ? അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം.
ഓക്കെ. നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ടോക്സിസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള അതിൽ എന്തുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്കപ്പിലേക്ക് എത്തിയത്, അതിന്റെ കാരണം എന്താണ്. ഓക്കെ, അത് ചിലപ്പോൾ ഇപ്പൊ ലാസ്റ്റ് നടന്ന എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റോ ഒന്നും ആയിരിക്കില്ല. അതിന് മുൻപേ ഇതിനുള്ള കാരണങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ തലപൊക്കി തുടങ്ങിയിട്ട് കുറെ നാളായിട്ടുണ്ടാവും. അതെന്താണ്? ഒരു ഇമ്മച്ചുവർ എനർജി എനിക്ക് കിട്ടുന്നു. അതായത് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ ഓൾ ടോക്ക് നോ ആക്ഷൻസ് എന്നാണ് കേട്ടത്. അതായത് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് ഞാൻ അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾ തന്നെയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആക്ഷൻ ചെയ്യേണ്ടി വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒരു ബയർ മിനിമത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, അതിന് മുകളിലേക്ക് ഒരു എഫേർട്ട് എടുക്കാനുള്ള ശ്രമം ഇല്ല. അതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കാനായിട്ടുള്ള കാരണം. മനസ്സിലായോ? അപ്പോ ഇവിടെ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഇമോഷണലി മെച്ചുവർ ആകേണ്ടതുണ്ട്. നിങ്ങൾ ആസ് എ പേഴ്സൺ, നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളി എന്ന് പറയുന്നതും കുറച്ചും കൂടെ ഇമോഷണലി മെച്ചുവർ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാല് അവർ കുറച്ച് പ്രത്യേകിച്ച് ഇമോഷണലി അവരതിനെ ആ ഒരു ഫീലിങ്സിനൊന്നും അധികം സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്ന് കാണുന്നു. ഓക്കെ, ഒരു ഇമ്മച്ചുവർ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാര്യത്തോട് എടുക്കുമ്പോൾ ആ പറയുന്ന വാക്കുകൾ കൃത്യമായി പാലിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ എവിടേക്കെങ്കിലും പോവാമെന്ന്, ഫോർ എക്സാമ്പിൾ എങ്ങടെയെങ്കിലും പോവാമെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറയുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ലാസ്റ്റ് മിനിറ്റ് അത് വേണ്ടാന്ന് വെക്കുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ അതായത് ആ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടല്ലേ, അത് കൊടുക്കുന്നില്ല. ഒരു കുട്ടിക്കളിയാണ് ഇതിൽ കാണുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അത് ത്രൂ ഔട്ട് നിങ്ങൾ ഇനിയും റീയൂണിയൻ ഉണ്ടായാൽ പോലും ഈ ഒരു കുട്ടിക്കളി ഇനിയും ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി, ആ ഒരു മെച്ചോറിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് ശ്രമകരമാണെന്ന് കാണുന്നു. അല്ലെങ്കിൽ അവരതിന് താല്പര്യപ്പെടുന്നില്ല. അവർ ഇങ്ങനെയൊക്കെ തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോവാം എന്നുള്ള ആ ഒരു എനർജിയാണ്. ഓക്കെ, തട്ടിമുട്ടിയും പോവാം, അല്ലാതെ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ കാണാനോ അതൊന്നും പറ്റില്ല. അത് ചിലപ്പോ നിങ്ങളുടെ എനർജി ആവട്ടെ ഈ പറയണത്. ഞാൻ ഈ റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ. അപ്പൊ ആ ഒരു ഇമോഷണൽ ഇമ്മച്ചോറിറ്റി ഉണ്ട്. മാത്രമല്ല മൊത്തത്തിൽ ഒരു ലൈഫിനെ സീരിയസ് ആയി എടുക്കാത്തൊരു സിറ്റുവേഷൻ, അതാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ അതിനായിട്ട് എത്ര ഫോക്കസ് ചെയ്ത് എത്ര അതിനുവേണ്ടി പരിശ്രമിച്ചാലും ഈ ഒരു ഇമോഷണൽ ഇമ്മച്ചോറിറ്റി ഉള്ളിടത്തോളം കാലം അതൊരു സക്സസ്ഫുൾ കണക്ഷനായിട്ട് മുന്നോട്ട് പോവില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അതാണ്, ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എത്തിയത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യണം. പക്ഷെ റിവൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരാളുടെയും സൈഡ് നിൽക്കരുത്. നിങ്ങൾ നിങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെയും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നിങ്ങൾ മൂന്നാമതൊരാളുടെ ലൈഫാണ് അനലൈസ് ചെയ്യണേ എന്നുള്ള ഒരു രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അനലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ പാളിച്ചകൾ, ഓക്കെ, പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ പാറ്റേണിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് ഇത് സെപ്പറേഷൻ ഈ ഒരു എൻഡിങ്ങിലേക്ക് എത്തിച്ചത്. ഓക്കെ, അത് പക്ഷെ നിങ്ങളൊന്ന് ഇരുന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഇമ്മച്ചോറിറ്റി, ഒരു ലാക്ക് ഓഫ് സീരിയസ്നെസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, റീയൂണിയനിന് ശ്രമിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. കാരണം അത് മാറുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ സീരിയസ് ആയിട്ട് ലൈഫ് അയാളുടെ തന്നെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. രണ്ടുപേരും ഒരേ സീരിയസ്നെസ്സോട് കൂടെ ഒരേപോലെ എഫേർട്ട് എടുത്ത് അങ്ങനെ ഒരു ഹെൽത്തി കണക്ഷൻ ഇവിടെ കാണുന്നില്ല. ഒരാൾ കാര്യമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അതിപ്പോ നിങ്ങളല്ല, അതായത് ഈ പറഞ്ഞ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളാണ് ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വേണോ വേണ്ടയോ തീരുമാനിക്കാം. ഡിസിഷൻ നിങ്ങളുടെയാണ് എന്ന് പറയുന്നു. എടുത്തു ചാടി തീരുമാനിക്കരുത്. ഈ ഇമോഷൻസിന്റെ പുറത്ത് എനിക്ക് ആളില്ലാണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച്
പോകരുത്. ഓക്കെ, നല്ലവണ്ണം ചിന്തിച്ച് വേണം. ഇതുപോലെ ഒരാളെയാണോ ലൈഫ് ലോങ് ജീവിതത്തിലേക്ക് വേണ്ടത്? ഞാൻ ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ലൈഫ് ലോങ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഇതൊക്കെ നോക്കിയിട്ട് വേണം. ഇനിയിപ്പോ ഈ പറഞ്ഞ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങളുടെയാണെന്ന് വിചാരിക്കൂ. ഈ ട്രൈറ്റ്സ് ഒക്കെ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ ഇത് മാറ്റാൻ തയ്യാറാണോ? ഓക്കെ, ആ റിലേഷൻഷിപ്പിന് ആ ഒരു സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സെറ്റിൽ ആകാൻ ഒരു ലോങ് ടേം സീരിയസ് കമ്മിറ്റ്മെന്റിലാകാൻ തയ്യാറാണോ? നിങ്ങൾക്ക് അതാണോ പ്രയോറിറ്റി എന്നുള്ളത് കൃത്യമായി നോക്കുക. അല്ല എങ്കിൽ പിന്നെ റിയൂണിയനെ എൻകറേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളോട് ഇപ്പോൾ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഉണ്ടായ കാര്യങ്ങളെ ഒന്ന് കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറയുന്നു. ഒന്ന് കൃത്യമായി വളരെ മനസ്സിരുത്തി അതൊന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കാര്യത്തിന്റെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇമോഷൻസിന്റെ പുറത്ത് തീരുമാനിക്കരുത്. നിങ്ങളത് ഒരു കുറച്ച് ലോജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. ഓക്കെ, കാരണം നിങ്ങളിത് ഈ ഒരു അവസ്ഥയിൽ വീണ്ടും റീയൂണിയൻ സംഭവിച്ച ഈ പറഞ്ഞ ഇമ്മച്യോറിറ്റി അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ കാണാം. ആ റിലേഷൻഷിപ്പിൽ വീണ്ടും അത് പ്രൊജക്ട് ചെയ്യുന്ന കാണുന്നത് ഈ ഒരു ഇമോഷണൽ ഇമ്മച്യോറിറ്റി, ഇമോഷണൽ അൺഅവൈലബിലിറ്റി, പിന്നെ ഈ ലാക്ക് ഓഫ് സീരിയസ്നെസ് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈ യൂണിവേഴ്സിന് ഈ ഒരു കാര്യത്തെ പറ്റി തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിവൈൻ യൂണിയൻ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട്ണറാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കാണുന്നു. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളോട് പറയുന്നത് പ്രഷർ, ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ പ്രഷർ ചെയ്ത് എന്നാൽ ശരിയാകാം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ റീയൂണിയൻ ആകാം, അങ്ങനെ ഒന്നും ഡിസിഷൻ എടുക്കരുത്. ഈ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത് അത് ഒരു തരത്തിലുള്ള പ്രഷറും ഇല്ലാതെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ വളരെ സ്വസ്ഥമായിരുന്ന് ഈ പറഞ്ഞ പോലെ ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ വരുന്നൊരു കൺക്ലൂഷൻ ഉണ്ട്, അതനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് നിങ്ങളുടെ തീരുമാനം, മുന്നോട്ട് പോവുക. അത് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ചില വാശികളുടെ പുറത്തോ അങ്ങനെയൊന്നും നിങ്ങളൊരു പ്രഷർ ചെയ്ത് സ്വയം അങ്ങനെ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ മറ്റാരാലെങ്കിലും പ്രഷർ ചെയ്യപ്പെടാനോ നിങ്ങൾ അനുവദിക്കരുതെന്ന് കാണുന്നു. നിങ്ങൾ സ്വസ്ഥമായിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുക്കാനായിട്ട്, ഇതിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് കോൺഫിഡൻ്റ് ആയിട്ട് ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അയ്യോ ഞാൻ എടുത്തത് ശരിയാണോ തെറ്റാണോ, ഞാൻ റിഗ്രറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ചിന്ത വെച്ചല്ല പോകേണ്ടത്. നിങ്ങൾ കംപ്ലീറ്റ്ലി 100% ഷുവർ ആകണം നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിൽ. പിന്നെ ഒരു ഡിസിഷൻ എടുത്താൽ പിന്നെ അതിന്റെ എന്താ പറയാ വേറൊരു സിനാരിയോ എങ്ങനെയായിരിക്കും അങ്ങനെ അതൊന്നുമില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോകാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അത് അവസാനിച്ചു, ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഈ വ്യക്തി എന്താണ് ചെയ്യണത് നോക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കാൻ പാടില്ല. നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിൽ നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആയിരിക്കണം, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലാണെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി നിങ്ങൾ ഇതിനൊരു എന്താ പറയാ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണ്ടും ഒരു ചാൻസ് എടുക്കാൻ റെഡിയാണ് എങ്കിൽ അതിൽ ചാലഞ്ചസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എൻ ഈസി ജേർണി. ഓക്കെ, അതൊരു സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് കാണുന്നില്ല, കുറച്ച് ചാലഞ്ചസ് കാണുന്നുണ്ട്. അത് തരണം ചെയ്യാനുള്ള മനക്കരുത്തും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആ റിലേഷൻഷിപ്പുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ പറയുന്ന പോലെ
ഈഗോ വെച്ചുകൊണ്ട് ഈഗോന്റെ ബേസിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഈഗോ എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അത് പ്രൊസീഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നതും. അത് പാടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പിനെ മൂന്നാമതൊരു വ്യക്തിയായി കണ്ട് ആ ഒരു കണ്ണിലൂടെ കണ്ട് നിങ്ങളുടെ ഭാഗവും ഫേവർ ചെയ്യാതെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗവും ഫേവർ ചെയ്യാതെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മൊത്തത്തിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ട വേണം. അപ്പൊ അതിൽ നിങ്ങളുടെ തെറ്റുകൾ കാണാം, നിങ്ങളുടെ പാർട്ട്ണറുടെ തെറ്റുകൾ കാണാം. അതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണം. ഓക്കെ, അവിടെ അല്ല എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ നിൽക്കരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ ഇനിയൊരു മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുണ്ടോ, ഇനിയൊരു എഫേർട്ട് എടുത്താൽ അത് ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി എപ്പോഴാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങളോട് അതാ പറയണേ, ചാലഞ്ചസ് ഉണ്ടായിരിക്കും, അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ആ ഒരു ചാലഞ്ചസ് വരുമ്പോൾ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടുപോകരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഡിസിഷൻ എടുക്കുന്നത് നല്ലവണ്ണം ആലോചിച്ച് നല്ലവണ്ണം ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം. സമയം എടുത്തോളൂ, അതിനൊരു ഡെഡ് ലൈൻ ഒന്നും വെക്കണ്ട. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകാന്ത സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്